കൈയടിച്ച് കൊടുത്തേ, കൈയടിച്ച് സ്വീകരിച്ചവരെ. വെക്സ്ഫോർഡ് കൊമ്പൻസ് ആൻഡ് മച്ചാൻ പോർട്ട്ലീഷ്, സിനോ ക്യാപ്റ്റൻ ആയിട്ടുള്ള മച്ചാൻ പോർട്ട്ലീഷും ജസിൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള വെക്സ്ഫോർഡ് കൊമ്പൻസും തമ്മിലുള്ള മത്സരം വിജയികളായിരിക്കുന്നു വെക്സ്ഫോർഡ് കൊമ്പൻസ്. Onto the stage. Are you guys ready to welcome the lady superstar of Malayalam onto the stage? പരിപാടികളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. എല്ലാവരും ഒരിക്കൽ കൂടി everyone make some noise for Kerala House Carnival everyone. That's the way we do it. വരൂ എല്ലാവരും കാണാൻ കാത്തിരിക്കുന്നത് എല്ലാവരെയും റൗണ്ട് അടിച്ച് പോയി എല്ലാരെയും കണ്ടിട്ട് വരാം. വരൂ everybody for Manchuan and everyone. Let's go. ഈ സൈഡിൽ നിന്ന് ഇത്തിരി ബഹളം കുറവുണ്ടല്ലോ എന്നൊരു എത്രയോ നേരമായി ചേച്ചിക്ക് വേണ്ടി വെയിലത്ത് വന്ന ആൾക്കാരാണ്. ഇദ്ദേഹം നേരത്തെ വന്നിരുന്നപ്പോ കാണണമായിരുന്നു, പുള്ളി ഇപ്പൊ മാറിയതാണ് ശരിക്കും. ഓക്കെ, എവിടെ ഇരിക്കുന്ന ഒരു ഫോൺ എടുത്തെറിയരുത്, കൈ കാണിക്കാൻ വേണ്ടത്. ഇത് വനേസ നമുക്കറിയാവുന്ന ആളാണ്. വരൂ backside everyone make some noise. Now to this side. എവിടെ അത്തത്തിക്കുന്നവരൊക്കെ എവിടെ? And this side everyone. I love your energy. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഭയങ്കര വാമായിട്ട് സ്നേഹം നിറഞ്ഞൊരു വെൽക്കമാണ് എനിക്ക് കിട്ടിയത്. അതിന് എല്ലാവരോടും ഇത്രയും നേരം വെയിലത്തും ഒക്കെ ഇങ്ങനെ നിന്ന് വളരെ സ്നേഹത്തോടെ ക്ഷമയോടെ കാത്തു നിൽക്കുന്നതിനും ഞങ്ങളെയൊക്കെ ഇങ്ങനെ സ്നേഹിക്കുന്നതിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിങ്ങളുടെയൊക്കെ ഈ സ്നേഹവും പ്രോത്സാഹനവുമാണ് എന്നെ പോലെയുള്ളവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടാണ് അയർലൻഡിൽ തന്നെ വരുന്നത്. ആദ്യമായിട്ടാണ് അത് കേരള ഹൗസ് കാർണിവൽ എന്ന ഈ വലിയ പ്രോഗ്രാമിന്റെ ഈ പ്രോഗ്രാമിന്റെ പല വീഡിയോസും ഇതിന് മുമ്പത്തെ വർഷങ്ങളിൽ പ്രോഗ്രാമിന് നടന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കലീഗ്സ് പലരും ഈ പ്രോഗ്രാമിന് വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഭയങ്കര രസമുള്ള ഒരു എനർജിയും ഭയങ്കര സാധാരണ പ്രോഗ്രാംസിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ഇവിടെ വന്നപ്പോൾ അയർലൻഡാണെന്ന് ഞാൻ സത്യത്തിൽ മറന്നുപോയി. കാരണം തിരുവാതിരക്കളിയുടെ വേഷവും മറ്റേ ഡാൻസിന്റെ വേഷം, വടംവലിയുടെ ഒരു ആഘോഷം ഒരു സ്ഥലത്ത് നടക്കുന്നു, ഇങ്ങനത്തെ സ്റ്റോൾസും വള്ളംകളിയുടെ മറ്റേ ബോട്ട് റേസിന്റെ ഒക്കെ ഫോട്ടോസ് എനിക്ക് ഇവിടുത്തെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ ശരിക്കും കേരളത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയായിട്ട് എനിക്ക് ഇവിടെ തോന്നിയത്. 15ാമത്തെ ജില്ലയായിട്ട് ഡബ്ലിൻ ഇത്രയും മലയാളികളെ ഒന്നിച്ച് എനിക്ക് ഒരുപക്ഷെ കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർക്ക് ഏറ്റവും സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒരു അവസരങ്ങളായിരിക്കും ഇങ്ങനെയുള്ള കൂട്ടായ്മകളും ഇങ്ങനെ ഗാദറിങ്സും ഒക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഗാദറിങ്സിൽ ഉണ്ടാകുന്ന ഒരു മലയാളി സ്നേഹത്തിന്റെ മാറ്റ് കുറച്ച് കൂടുതലും ആയിരിക്കും എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇങ്ങനെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസത്തിൽ നിങ്ങളുടെയൊക്കെ സന്തോഷത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ, അതും ഇത്രയും മനോഹരമായിട്ടുള്ള സ്വപ്നഭൂമി പോലെ പ്രകൃതി ഇത്രയും അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു നാട്ടിൽ വരാൻ സാധിച്ചത്
എനിക്ക് വലിയ സന്തോഷവും നന്ദിയും. അതിന് ഞാൻ ഈ ഒരു പ്രൊഫഷണൽ എന്നെ എത്തിച്ച് ആ ഒരു ശക്തിക്കാണ് ഞാൻ ഇവിടെ മനസ്സ് നിറഞ്ഞ് നന്ദി പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സന്തോഷവും ആരോഗ്യവും മനസമാധാനവുമുള്ള ഒരു ജീവിതം മുന്നിലുണ്ടാവട്ടെ എന്നാണ് എനിക്കിപ്പോൾ ആശംസിക്കാൻ തോന്നുന്നത്. ഇങ്ങോട്ട് തരുന്ന സ്നേഹത്തിനും തിരിച്ച് 10,000 മടങ്ങ് സ്നേഹം ഹൃദയം നിറഞ്ഞ് അങ്ങോട്ടും ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് വാം. പ്രത്യേകമായിട്ട് അയർലൻഡിൽ ആദ്യമായിട്ട് വന്നതായതുകൊണ്ട് തന്നെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫോട്ടോ വേണമെന്നുള്ള അറിയാം, അതിലൂടെയൊക്കെ നമുക്ക് വരാം കേട്ടോ, അതിലൂടെയൊക്കെ ഉറപ്പായിട്ടും വരാം. പക്ഷേ അതിനൊക്കെ മുമ്പ് നിങ്ങളുടെ എല്ലാവരും ചോദിക്കട്ടെ, ഡബ്ലിൻ നിന്ന് വന്ന എത്ര പേരുണ്ട്? ഓക്കെ, ഡബ്ലിന്റെ പുറത്തുനിന്ന് വന്ന എത്ര പേരുണ്ട്? അയർലൻഡിൽ നിന്ന് പുറത്തുനിന്ന് വന്ന എത്ര പേരുണ്ട്? 4 പേരുണ്ട്. അവര് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, ശരി. ഓക്കെ, നിങ്ങൾ പ്രത്യേകമായിട്ടും ആ വന്ന ആൾക്കാരോട് എല്ലാവരോടും പറയാനുള്ളത്, നേരത്തെ ചേച്ചി പറഞ്ഞവരാണ്, ഇവിടെ ഇത്രയും ആൾക്കാർ ഈ വെയിലത്ത് ഇവിടെ നിന്ന് കാണാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളിന് വേണ്ടിയിട്ടേ നിൽക്കുള്ളൂ. അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് എത്ര വെയിലായാലും മഴയായാലും ഇവിടെ കാണാനായിട്ട് ഈ മലയാളികൾ എല്ലാവരും ഒന്നിച്ചെത്തിയത്. സത്യമല്ലേ? താങ്ക് യു. തിരിച്ചങ്ങോട്ടും അതേപോലെ ഞാൻ പറഞ്ഞ പോലെ 10,000 മടങ്ങ് സ്നേഹം അങ്ങോട്ടും ആണ്. ചേച്ചി ശരിക്കും പറഞ്ഞാൽ അയർലൻഡുകാർക്ക് ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഈ പറയുന്നത് പോലെ പറയാനും ചോദിക്കാനും ഒക്കെ ഇല്ലേ? നിങ്ങൾക്ക് മനസ്സിലൊക്കെ ഇല്ലേ? അല്ലേ? അത് മനസ്സ് വെച്ചോണ്ടിരുന്ന എങ്ങനെ ചോദിക്കും? ചോദിക്കേണ്ട കാര്യങ്ങളല്ല. അപ്പൊ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യും. ഇനി കൊണസ്റ്റ് ചോദിക്കും. അതെനിക്ക് അറിയാം. ഒരിക്കലും ചോദിക്കില്ല, ആരും ചോദിക്കില്ല. അല്ല, എനിക്ക് എല്ലാരും ഇല്ല, 1-2 പേരെ പേടിയുണ്ടോ? നിങ്ങളെയാണ് പ്രത്യേകമായിട്ട് പേടിക്കുന്നത്. പിന്നെ മോളെ ആ ഫോട്ടോ നന്നായിട്ടുണ്ട്. പക്ഷെ ആരെ വരച്ചത്? ആരത്? മഞ്ജു വരുന്നത്? ആ മഞ്ജുവാരുടെ ഫോട്ടോ വേണം ഞാൻ കാണിച്ചു തരട്ടാ. വാ മോളെ, ഞാൻ എടുക്കാം. വാ, I'll get it for you. Oh yes, of course. തമാശക്ക് കളിയാക്കിയാണെങ്കിലും ഗംഭീരമാണ്. 6 വയസ്സുള്ള കൊച്ചു വരച്ചാണ് കേട്ടോ. 6 വയസ്സുള്ള കൊച്ചു വരച്ചാണ്. സേനക്ക് എല്ലാരും ചേർന്നൊരു വലിയ കൈഡി കൊടുത്തേ. ചേച്ചി അത് സൈൻ ചെയ്ത് തന്നെ കൊടുക്കണം. There is going to be an autograph for you. Congratulations. ആ ബബിൾ വിടുന്ന കുട്ടിയെ നമ്മളെ പറഞ്ഞ് നിർമ്മിച്ചില്ലേ അല്ലേ? നമ്മുടെ നാട്ടുകാരെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാം അല്ലേ? നമുക്ക് ഈ നാട്ടുകാരെ എവിടെ നിന്നൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കണ്ടേ? വേണ്ടേ? റെഡിയല്ലേ? ചേച്ചിയുടെ സ്വന്തം നാട്ടിൽ നിന്ന് തുടങ്ങട്ടെ. തൃശ്ശൂർക്കാരെന്ത് പേരുണ്ട് ഇവിടെ? തൃശ്ശൂർക്കാരല്ലാത്ത ആൾക്കാരാണ് കൂടുതൽ വന്നതെന്ന് ചേച്ചി ആലോചിക്കണം. മനസ്സിലായി? ഓക്കെ, തിരുവനന്തപുരത്ത് ആരുണ്ട് ഇവിടെ? ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്യും. എന്റെ സ്വന്തം നാടാണ്. 5 പേരാ. ബാക്കിയുള്ളവരുടെ പോയി. തിരുവനന്തപുരമാണോ? ആണ്, നന്നായി. ഓക്കെ, കൊല്ലംകാരുണ്ടോ? ഒരു 15 പേരുണ്ട്. കൊല്ലത്തുനിന്നാണോ? കറക്റ്റാ. എറണാകുളം ഇല്ല, അതാണ് ഇവിടെ അല്ലേ? കൊച്ചിക്കാരാണോ കൂടുതൽ? എറണാകുളംകാര് മേക്ക് സം നോയ്സ്. കോട്ടയംകാരുണ്ടോ? പറഞ്ഞില്ലേ കോട്ടയത്തിനെ തോൽപ്പിക്കാനോ? ശരി, പത്തനംതിട്ടക്കാരുണ്ടോ ഇവിടെ? ശരി, ആലപ്പുഴക്കാരുണ്ടോ? ഉണ്ട്, കുറച്ചുണ്ട്. ഇടുക്കിക്കാരുണ്ടോ? ആരാ ഒരാള്? തിരിച്ച് നാട്ടിലെത്തിയിട്ട് ഒരു മെസ്സേജ് അയക്കും. ഓക്കെ, അവിടെ നിന്ന് നേരെ മുകളിലോട്ട് പോയി. തൃശ്ശൂരുണ്ടോ? പറഞ്ഞില്ലേ നേരത്തെ? വീണ്ടും പറയേണ്ട കാര്യമുണ്ടോ? നേരത്തെ കുറച്ചുകൂടി സ്ട്രെങ്ത് ഉണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, കോഴിക്കോടുണ്ടോ? ശരി. ഓക്കെ, കണ്ണൂരുണ്ടോ? മലപ്പുറം? ബഹളമില്ലാത്ത മലപ്പുറമാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പാലക്കാടുണ്ടോ? വയനാട്? നിങ്ങൾ രണ്ടുപേരും ഒരു ഗ്രൂപ്പ്. പുള്ളി എല്ലാ സ്ഥലത്തിനും പോയി. പുള്ളി ഒരു കേരളീയനാ. കാസർഗോഡുണ്ടോ? ആരായിരുന്നു ഒരാള്? കാസർഗോഡ് ഒറ്റപ്പെട്ടു പോയല്ലോ മനുഷ്യ. ഓക്കെ, ഏതെങ്കിലും വിട്ടുപോയല്ലേ? കാസർഗോഡാണോ? ആണോ? അടിപൊളി. ഓക്കെ, കേരളത്തിന് പുറത്തുനിന്നുള്ള ആൾക്കാർ എത്ര പേര് വന്നിട്ടുണ്ട് ഇവിടെ? നിങ്ങളെല്ലാം പുറത്താണെന്നോ?
അതല്ല, കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ ആരെങ്കിലുണ്ടോ? ബോംബെയാ? ആണോ? ബാംഗ്ലൂരിൽ നിന്ന് എത്ര പേരുണ്ട്? മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ ഉണ്ടാ? തമിഴ്നാടുണ്ടാ? ബാംഗ്ലൂരുകാരെല്ലാരും കൈമുക്കിയേ. ബാംഗ്ലൂരുകാര് നൈസ് നൈസ് നൈസ്. ചെന്നൈ? നീ അല്ലാണോ കാസർഗോഡ് കൈമുക്കി? ഹൈദരാബാദ് ഉണ്ടാ? എനിക്ക് നമ്മുടെ റീൽസുകാരെ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ തുടങ്ങാം. ആയോ? സെറ്റ് അല്ലേ? ഓക്കെ, റെഡി ഗൈസ്. അതും ഇവിടെയുള്ള കുട്ടികള് അതിനു വേണ്ടിയിട്ട് അല്ല ಡೈಲಾಗ್ ಅಲ್ಲಲ್ಲ, ಮತ್ತೊಂದು ಮರುಪಡಿಯಲ್ಲಿ 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. നിങ്ങൾ രണ്ടും കൂടെ ഒരു ഡബ് സ്മാഷ് ചെയ്താൽ മതി. നന്നായിരിക്കും. അത് നമ്മൾ കറക്റ്റായിട്ട് തെറ്റിച്ച് ഇവിടെ ഇപ്പൊ ഇതുവരെ ഉണ്ടാക്കിയ പേരും കളഞ്ഞ് ആക്ച്വലി ചേച്ചിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഡാൻസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സ്റ്റെപ്പ് രാവിലെ ചെയ്ത് മതി. അവിടെ ഓഡിയൻസിന്റെ നമ്മളെ സമയമില്ല കഴിഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത്. ചേച്ചി ബിഗ് താങ്ക്സ് ടു എവ്രി വൺ. ആ ഒരു താങ്ക് യു നോട്ടിൽ നമുക്ക് പിരിയാം. നമുക്കെല്ലാം എത്ര നന്ദി. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ എന്നെ പോലെയുള്ള കലാകാരന്മാരെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രോത്സാഹനവും ആ ഒരു ഞങ്ങൾക്ക് തരുന്ന എനർജി കൊണ്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയും ദൂരം ഇവിടെ യാത്ര ചെയ്ത് വന്നിട്ടും നിങ്ങളുടെയൊക്കെ കൂടെ ഈ മനോഹരമായിട്ടുള്ള ദിവസം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചതിലാണ് അതിന്റെ സന്തോഷവും അതിന്റെ എനർജിയും കൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. സോ പ്ലീസ് കീപ് മീ ഇൻ യുവർ തോട്ട്സ് ആൻഡ് പ്രേയേഴ്സ്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാൻ വാക്കുകളില്ല. രാവിലെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങോട്ട് ഉള്ള സ്നേഹത്തിന്റെ 10,000 മടങ്ങ് സ്നേഹം തിരിച്ച് അങ്ങോട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നു. എല്ലാവർക്കും ആരോഗ്യവും മനസ്സമാധാനവും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. താങ്ക് യു. താങ്ക് യു. ഒരു കാര്യം ചോദിക്കട്ടെ ചേച്ചി, എങ്ങനെ ചേച്ചി ഇത്ര സ്ലിം ആയിട്ട്, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട്, ഇത്ര എന്താ പറയാ സുന്ദരിയായിട്ട് ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ 20s കിട്ടിന്റെ കൂട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഒന്നും സീക്രട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? ഇല്ല, അത് സൗന്ദര്യം കാണുന്നവരുടെ കണ്ണിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Oh my God, oh my God. സൗന്ദര്യമുള്ളതായിട്ട് തോന്നും. Okay, here is Manju Warrier. ശ്രമമാണോ? ഇപ്പൊ എത്ര 45 അല്ലേ? ആ ശരി, പൊക്കോട്ടെ. അവിടോട്ട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്? ചോദിക്കേ വേണ്ട. സോ താങ്ക് യു സോ മച്ച് മഞ്ജു. താങ്ക് യു. അപ്പം ഇന്ന് ഇത്രയും നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ഓൾസോ. മിഥുന്റെ കാര്യം ഞാൻ രാവിലെ പറഞ്ഞു. മിഥുന്റെ 25th ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു ഒക്കേഷനും എനിക്കും കൂടി പാർട്ടാവാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷവും പ്രൈഡും ഉണ്ട്. ലക്ഷ്മി ആൻഡ് രേഷ്മ എല്ലാവരുടെയും കൂടെ ഈ സ്റ്റേജിൽ നിൽക്കാൻ സാധിച്ചതിലും വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. ദർ ഇസ് സോ മച്ച് ഓഫ് ലവ് ആൻഡ് ഹാപ്പിനെസ് ആൻഡ് വാംത്ത് ഓൾ അറൗണ്ട്. അതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. താങ്ക് യു. ആയിപ്പോയത് സത്യം പറയാൻ ആ സർപ്രൈസ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ലോകത്തിൽ നിന്ന് ഞാൻ ജീവിച്ചിരിക്കാൻ ഒരു കാരണം, ഞാൻ ഇമോഷണൽ ആവും, മഞ്ജു ചേച്ചിയാണ്. അത് ചേച്ചിക്ക് അറിയത്തില്ലെങ്കിലും ചേച്ചി പറയുന്ന പോലെ ബൈസൺ വാലിന്ന് മസനഗുഡിയിലോട്ട് പോകുന്ന വഴി 4 കുപ്പി ചോര ചേച്ചി കൊടുത്തു. 4 കുപ്പി ചോരയല്ല, കഞ്ഞി. കഥ പറ. 2 കാരണമാണ്. ഒന്ന്, ഞാൻ ആക്ച്വലി ഡിപ്രഷനിലൂടെ ഒരുപാട് കടന്നുപോയ ഒരു വ്യക്തിയാണ്. ഞാൻ ഓരോ പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കത്തിവായിട്ട് ഞാനിങ്ങനെ ഇരിക്കും. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കും, മരമഞ്ഞൾ ആടിയ പാടുവോന്ന് ചോദിക്കും. ഈ പാട്ട് ഞാനിങ്ങനെ ചേട്ടാ, ഇപ്പൊ ആ ഫ്രണ്ട് ഇല്ല. ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടിന്റെ പേര് രാജേഷ് ചേട്ടൻ, ACBയിൽ വർക്ക് ചെയ്ത ചേട്ടനാണ്. ഈ മരമഞ്ഞൾ അല്ല, ഈ പാട്ട് അല്ല, ഇത് ഞാൻ പറയണത് ഇപ്പം ഒരു കോമഡി ആയിട്ട് തോന്നും, പക്ഷെ ഒരു ട്വിസ്റ്റ്, ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് സോങ്. അങ്ങനെ ഈ പാട്ട് ഞാനിങ്ങനെ മൂക്കൊക്കെ കഷ്ടപ്പെട്ട് ഞാനങ്ങ് പാടും. പക്ഷെ പാടി കഴിയുമ്പോൾ എനിക്ക് ആ മരിക്കണമെന്നുള്ള മൂടങ്ങ് മാറും. അതോടുകൂടി പിന്നെ ഞാൻ വീണ്ടും ആക്റ്റീവായിട്ട് തിരിച്ചു വരും. ഇതാണ് ഒരു റീസൺ. രണ്ടാമത്തത് മഞ്ജു ചേച്ചിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഷോ ചെയ്യുന്നത് 2018 ഓസ്ട്രേലിയയിലാണ് ഒരുമിച്ച്. ആ ഷോ ഞാൻ ചെന്ന് ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തൊട്ട് സിവിയർ സ്ട്രെപ് ത്രോട്ടും ഒരു 103 ഡിഗ്രിയോളം പനിയും. എനിക്ക് ഒട്ടും ബോധമില്ല, ഒന്നുമില്ല. ആക്ട്രസ് ആയിട്ടൊക്കെ നമുക്ക് പരിചയമുണ്ട്. പല ആൾക്കാരും പലരെയും കാണിക്കാൻ വേണ്ടിയിട്ട് പലതും ക്യാമറയ്ക്ക് മുമ്പിൽ ചെയ്യാറുണ്ട്. ഈ ചേച്ചി മാത്രമാണ് എനിക്ക് വേണ്ടി, അതായത് നമുക്ക് ഫുഡ് കൊണ്ടുവരുമ്പം നാനും ബട്ടർ ചിക്കനും ഒക്കെയാണ് കൊണ്ടുവരുന്നത്. ഈ വയ്യാത്ത എനിക്കത് കഴിക്കാൻ പറ്റത്തില്ല. മഞ്ജു ചേച്ചി എല്ലാവരോടും വിളിച്ചു പറയും കഞ്ഞി വേണമെന്നുള്ളത്.
മഞ്ജു വാര്യറിന് കഞ്ഞി വേണമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൊണ്ട് കൊടുക്കും. ആ കഞ്ഞി ചോദിച്ചതിന്റെ പേരിൽ ഇപ്പോഴും കേസ് നടക്കാതെ പോലെ. ആ കഞ്ഞിയുടെ കഥ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അല്ല, ആ പനിയുള്ള എന്റെ റൂമിൽ വന്ന് എനിക്ക് കഞ്ഞി തന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എനിക്കൊരു ശരിക്കും പറഞ്ഞ എന്റെ അമ്മ എപ്പോഴില്ല, ചേച്ചിയാണ് എനിക്ക് അത്രയും ദിവസം താങ്ങായിട്ട് നിന്നിട്ടുള്ളത്. ഇത് ആരും ചെയ്തിട്ടില്ല. ആൻഡ് ഓർഗനൈസേഴ്സിനോട് എന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞതും ഈ ഒരു സെലിബ്രിറ്റി മാത്രമാണ്. സോ ദിസ് ഇസ് വെരി പേഴ്സണൽ. ഞാനിത് എന്തെങ്കിലും എനിക്കിത് ഒരുപാട് ക്രൗഡിന് മുമ്പിൽ മഞ്ജു ചേച്ചീനെ പറ്റി പറയണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. താങ്ക് യു സോ മച്ച്. നീ ഇമോഷണൽ ആയി കഴിഞ്ഞാൽ പിന്നെ പോയില്ലേ ചുമ്മാ. എന്തായാലും നമുക്ക് എല്ലാവർക്കും മഞ്ജു ചേച്ചി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ രീതിയിലുള്ള ഒരുപാട് കഥകളുണ്ട് പറയാൻ. എല്ലാവർക്കും വളരെ പേഴ്സണൽ ആയിട്ട് എന്താ പറഞ്ഞ അടുപ്പമുള്ള ആൾക്കാർക്ക് അടുപ്പമുള്ളതല്ല എല്ലാവരോടും അതുപോലെ തന്നെയാണ്. ആ കൺസേണും കെയറും നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. അതെ, പക്ഷെ നീ ആ കഞ്ഞിയുടെ കാര്യം ഇവിടെ പറഞ്ഞത് മോശമായി പോയത് ഞാൻ പറയുള്ളൂ. ചേച്ചി അതൊന്നും മറന്നു വരുമായിരുന്നു. ആ സമയത്താണ് ഒടിയൻ എന്നുള്ള പേരിൽ അടുത്ത പടം അനൗൺസ് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും കഞ്ഞിയും. അതല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, അതൊന്നും അങ്ങനെ വലിയ കാര്യമല്ല. അതൊക്കെ ബേസിക് ആയിട്ടുള്ള നോർമൽ കാര്യങ്ങളല്ലേ. അതൊന്നും വലിയ കാര്യമായിട്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവളുടെ കയ്യിൽ പിന്നെ ആരും ഇത് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അല്ലേ. പിന്നെ ചേച്ചി അന്ന് പോയി കെട്ടിപ്പിടിച്ച് കിടന്നു പറഞ്ഞില്ലേ, അടുത്ത ദിവസം ചേച്ചിക്ക് 103 ഡിഗ്രി പനി. അപ്പോ അതുകൊണ്ട് ഇതിന് നന്മ ഏത് തിന്മ ഏതെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അല്ല, അങ്ങനെ നന്മയാണെങ്കിൽ തിന്മയാണെങ്കിൽ ലക്ഷ്മി നമ്മുടെ ട്രിവാൻഡ്രത്തോട്ട് പോയത്. ഇനി ഒരു കാര്യം കൂടെ ചേച്ചിക്ക് ഒരു താങ്ക്സ് പറയാനുള്ളത്. ചേച്ചി ആക്ച്വലി പാടാനിരുന്ന പാട്ട് ഇതല്ലായിരുന്നു, കാന്ത എന്നുള്ള സോങ് ആയിരുന്നു. ഞങ്ങൾ ചേച്ചിയെ കൊണ്ട് പാടിപ്പിക്കാനിരുന്നതാ. പക്ഷെ നമ്മുടെ ബാൻഡ് പാടുന്നുണ്ടോ? അതല്ലേ പാടിയത്. കിം 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 ആണ് കാന്ത. അല്ല, നല്ലതായിരുന്നു. അപ്പം ചേച്ചി പോവാനിരുന്നിട്ടും ഒരു താരചാട ഇല്ലാതെ നമുക്ക് വേണ്ടി വീണ്ടും വെയിറ്റ് ചെയ്ത ചേച്ചിക്ക് യാത്രയൊക്കെ പറഞ്ഞു പോയതാണ്, പിന്നെ കയറി വന്നത് ലക്ഷ്യക്ക് വേണ്ടി മാത്രമാണ്. താങ്ക് യു സോ മച്ച്. ഒന്നുകൂടി നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഉള്ള സന്തോഷം അറിയിക്കാൻ ഈ അവസരം കിട്ടിയതിൽ കൂടി ഞാൻ സന്തോഷിക്കുന്നു. അപ്പൊ ശരിക്കും ടാറ്റ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ വിചാരിച്ചു പൂട്ട് ഊരിയെടുക്കണം. Okay, bye guys. Lots of love. Thank you. താങ്ക് യു ചേച്ചി.